ഈ കഥകളുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലേക്കുള്ള സംവിധായകർ, ലെജൻസ് എന്ന് പറയുമ്പോൾ അല്ലേ എങ്ങനെയാണ്? കാരണം എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട് MD സാറിന് ഒരു കഥ സംവിധാനം ചെയ്യണമെന്ന്. അപ്പോൾ എങ്ങനെയാണ് മാം ഈ ഒരു 8 ഡയറക്ടേഴ്സിലേക്ക്, പിന്നെ അതുപോലെ തന്നെ കഥാപാത്രങ്ങളിലേക്കും എങ്ങനെയായിരുന്നു മാമിൻ്റെയും കൂടെ ഒരു, കാരണം നേരത്തെ അറിയാം ലൈൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ മാമിൻ്റെ ഉറപ്പായിട്ടും ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ പിക്ക് ചെയ്തത്? ആദ്യം ഞാൻ അച്ഛനോട് പറഞ്ഞെന്താ വെച്ചാൽ, നമുക്കിത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വർഷമായിട്ട് 25-30 വർഷമായിട്ട് അച്ഛൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചില ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ആദ്യത്തെ പരിഗണന, അതിനുശേഷമേ നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. പ്രിയർശൻ സാറ് പറയുന്നു കാഞ്ചീപുരത്തിന് ശേഷം ഏറ്റവും നല്ല ക്രാഫ്റ്റ് എന്ന് പറയുന്നു. ഒപ്പം ജയരാജേട്ടൻ പറയുന്നു 34 വർഷത്തെ എൻ്റെ ഒരു കാത്തിരിപ്പ്, അതൊക്കെ ഒരു വലിയ കാലയളവ് തന്നെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പ്രിയൻ സാറ്, ജയരാജ് സാറ്, ശ്യാം പ്രസാദ് സാറ്, ഈ 3 പേരെയും നമ്മൾ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ സന്തോഷ് ഏട്ടൻ വാസ് എ നാച്ചുറൽ ചോയ്സ്. സന്തോഷ് ശിവൻ പണ്ട് അച്ഛൻ്റെ സിനിമകൾ പെരുന്തച്ഛനൊക്കെ ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു ഇത് എപ്പോഴെങ്കിലും ചെയ്യണം എന്ന്. അപ്പോൾ അതൊരു നാച്ചുറൽ ചോയ്സ് ആയി. പിന്നെ ബാക്കിയുള്ള കഥകൾ ഈ പറഞ്ഞ പോലെ അതൊരു വളരെ ഡിഫിക്കൾട്ട് ഡിസിഷനാണ്. എന്താന്ന് വെച്ചാൽ എത്ര പേർക്ക് കൊടുക്കും, എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാലോചിച്ചു, ഇത് ചെയ്താൽ ഇനി ഭാവിയിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ ഇതിൽ അവസരം കിട്ടാത്തവർക്ക് നമുക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ ആദ്യത്തെ സെറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഇത് ഇവരെയൊക്കെ ഉൾപ്പെടുത്തി തന്നെ ചെയ്യണം. അപ്പം അങ്ങനെയാണ് നമ്മൾ അങ്ങനെ വരുന്നത്. പിന്നെ കാസ്റ്റിംഗ് ഈ പ്ലാറ്റ്ഫോമിനും പ്രൊഡ്യൂസേഴ്സിനും ചില ആർട്ടിസ്റ്റ് ഈ ആന്തോളജിയിൽ വേണം എന്ന് അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഡയറക്ടേഴ്സിന് വിട്ടുകൊടുത്തു. അപ്പോൾ ഡയറക്ടേഴ്സും അവരുടെ ചോയ്സാണ്. ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗ് എല്ലാ എപ്പിസോഡും അവരവർക്ക് വിട്ടുകൊടുക്കുക ചെയ്ത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആർട്ടിസ്റ്റിനെ വരുത്തുക. പിന്നെ ചില നെയിംസ്, ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, ഇങ്ങനത്തെ ചില നെയിംസ് എന്തായാലും ഇതിലുണ്ടാവണം എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ ഒരു താല്പര്യമായിരുന്നു.